ബട്ടർഫ്ലൈ അതെ, നമുക്ക് തിരിച്ചു വരാം. തിരിച്ചു വരും. എനിക്ക് അറിയാത്തൊരു കാര്യങ്ങളാണ് മുതലേ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ബട്ടർഫ്ലൈകൾ ഇപ്പൊ കുറെ ഫെസ്റ്റിവൽസിലൊക്കെ പോയി അതെ. നടിക്കുള്ള കുറെ അവാർഡൊക്കെ കിട്ടി. ഉം. അത് ഫെസ്റ്റിവൽസിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു സിനിമയായിരുന്നു. ആ, ഇപ്പൊ പ്രേക്ഷകരിലേക്ക് എത്താണ്. അതെ. അത് ആക്ച്വലി അങ്ങനെയല്ല അതിനെ പറയേണ്ടത്. ഒരു ഫെസ്റ്റിവൽ മൂവി അല്ല. ആ കോണ്ടന്റ് അത് ഡിസേർവ് ചെയ്യുന്നത് കൊണ്ട്. ഇപ്പോഴും അത് പുറം ലോകത്തിലേക്ക് ഇല്ല എത്തിയിട്ടില്ല. ഇല്ല. ഒരു ക്ലോസ്ഡ് സർക്കിളിൽ മാത്രം ആ, അതെ. ഇരിക്കുന്ന അതെ അതെ അതെ. ഇതിപ്പം ആ കോണ്ടന്റ് അങ്ങനത്തെ ഒരു കോണ്ടന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഫെസ്റ്റിവലിന് അയക്കാം എന്നൊരു ഡിസിഷൻ എടുത്തത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫെസ്റ്റിവലുകളിലൊക്കെ നമ്മളെയൊക്കെ ഒരു അപ്രീസിയേഷൻ കിട്ടി. ആ ഒരു 48 അവാർഡ്സ് വന്നു. ബെസ്റ്റ് മൂവിക്ക് ഒത്തിരി കിട്ടി. എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ള രീതിയിൽ ഒരു 8 അവാർഡ് കിട്ടി. ഡയറക്ടറിന് ഒരു 5 അവാർഡ് വന്നു. എഡിറ്ററിന് വന്നു. അങ്ങനെയൊക്കെ വന്നു. നായികയാവാൻ തീരുമാനം എടുത്തത് ഇപ്പോഴായിരുന്നു. അങ്ങനെ നായിക എന്നൊന്നും പറയരുത്. ആ സെൻട്രൽ ക്യാരക്ടർ ചെയ്യാൻ തീരുമാനം എടുത്തത് തന്നെ അതെന്താന്ന് വെച്ചാല് നമ്മൾ ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേറൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ച് അതിന്റെ 2 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ ഞങ്ങൾ മൊത്തം ഓൾ ക്രൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സെക്കൻഡ് കോവിഡ് വന്നത്. അതൊരു പെർട്ടിക്കുലർ ഒരു പ്ലേസ് വെച്ചിട്ട് നടക്കേണ്ടതായിരുന്നു. ആ ലൊക്കേഷൻ ആ സമയത്ത് പിന്നെ കിട്ടാണ്ടായി. അത് ജയസൂര്യയൊക്കെ ആയിട്ടുള്ള ഒരു പടമായിരുന്നു. അത് അങ്ങനെ നീങ്ങിപ്പോയി. അപ്പൊ അസംബിൾ ചെയ്ത ടെക്നീഷ്യന്മാർ എല്ലാവരും വർക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആ ഒരു എനർജി ഉണ്ട്, അത് പോവണ്ടെന്ന് വെച്ചിട്ട് എല്ലാവർക്കും തന്നെ അഡ്വാൻസും പോയതായിരുന്നു. എന്നാൽ ഈ ഒരു ലിമിറ്റേഷനകത്തുനിന്ന് ചെറുതൊന്നും ചെയ്യാന്ന് വെച്ചിട്ടാണ് പ്രശാന്തിന്റെ ഈ ഒരു സബ്ജക്റ്റ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ ഇത് എല്ലാവരും അറിയണ്ട കാണേണ്ട ഒരു സംഗതിയാണ് എന്ന് തോന്നി. എന്നാൽ നമുക്കിത് ചെയ്താലോ എന്ന് വെച്ച് ചെറിയതായിട്ട് തുടങ്ങി വലിയതായി വന്നു. അതുണ്ടായത്. പിന്നെ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ആ കോണ്ടന്റ് ആ ടൈപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഫെസ്റ്റിവലിൽ പോയതും. ആക്ച്വലി പാട്ടും അത്യാവശ്യം സ്പീഡും ഒക്കെയുള്ള ഒരു കൊമേഴ്സ്യൽ സിനിമ തന്നെയാണ്. അതെ അതെ. ഈ തണ്ണീർമത്തന്റെ ടീച്ചർ എന്നാണ് ഇപ്പൊ എല്ലാരും പറഞ്ഞത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ അതെ തണ്ണീർമത്തൻ ചെയ്യുമ്പോ എല്ലാവരും പുതുമോളായിരുന്നു. അതെ ഒക്കെ താരങ്ങളാണ്. അതെ. അപ്പൊ അതെങ്ങനെ ഓർക്കും അവരുടെ ഒരു ജേണി ഇതുവരെ മാറ്റിയും ഉറപ്പായിട്ടും എല്ലാരും എല്ലാവരും പുതിയതായിരുന്നു. ഞാനും പുതിയതായിരുന്നു താരതമ്യേന. ഇവരെല്ലാരായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. കോമ്പിനേഷൻ എല്ലാവരുമായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ അത്ര അധിക ദിവസങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എല്ലാവരുമായിട്ടും നല്ല ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് സിനിമ നല്ല സക്സസ് ആയതുകൊണ്ട് തിയേറ്റർ വിസിറ്റും ഒക്കെ ഒരുമിച്ചായിരുന്നു. അങ്ങനെ കുറച്ചധികം ഇതുണ്ടായിരുന്നു. ഇപ്പൊ കാണുമ്പോ ഒക്കെ സംസാരിക്കും. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അവര് റീച്ചബിൾ ആണ്. അതെ, എല്ലാവരും ഗിരീഷ് ആയാലും അനശ്വര ആയാലും മാത്യു ആയാലും ഒക്കെ എല്ലാവരും അതിലുള്ള മിക്കവാറും തന്നെ എല്ലാവരും ആയിട്ട് നല്ല ബന്ധം തന്നെയാണ്. എന്നും അങ്ങനെ ആരുമായിട്ടും നമുക്ക് ബന്ധമില്ല. പക്ഷെ ആവശ്യങ്ങൾക്ക് വിളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. റെസ്പോണ്ട് ചെയ്യും. എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ സംസാരിക്കും. ലാൽബാഗിനകത്ത് ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ OTT റിലീസ് ആയിട്ടാണ് പറഞ്ഞത്. അതെ അതെ. തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റിയില്ല. തിയേറ്ററിൽ ജസ്റ്റ് ഒരു സോഫ്റ്റ്, അത് പക്ക OTTക്ക് വേണ്ടി മാത്രം ചെയ്ത മൂവി ആയിരുന്നു. പക്ഷെ ആ സമയത്ത് ഇതുപോലെ എന്തൊക്കെയോ ഇത് കാരണം അത് തിയേറ്ററിൽ വന്നു. എന്നിട്ട് തന്നെയാണ് സി എടുത്തിട്ടാണ് റിലീസായത്.